നമ്മൾ ഒരു നടനാവുക എന്നതിലിപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് താങ്കളൊരു നടനിലേക്കൊക്കെ സ്റ്റെപ്പ് വെക്കുന്നത് ചിലപ്പോൾ മോഡലിങ്ങിലൂടെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. മോഡലിംഗ് ആണ് എല്ലാവരും കേരളത്തിലെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു ഏരിയയാണ് മോഡലിംഗ് ത്രൂ ഈ സിനിമയിലേക്ക് എത്താറ്. അത് ശരിയായൊരു വഴിയാണോ ശരിക്കും നിങ്ങൾ എന്താ പറയുന്നത്? സാർ അതിൽ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് മൂവീസിന് പറ്റുന്ന ഫേസ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ മോഡലിങ്ങിലേക്ക് വരിക. ഒരു പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ ബോംബെ, ഡൽഹി ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ മോഡലിംഗ് ഫീച്ചേഴ്സ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ ഫീച്ചേഴ്സ് പലപ്പോഴും മൂവിക്ക് ആൾക്കാർ കേരളത്തിൽ സമ്മതിക്കില്ല, ബട്ട് ഇൻ എ പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിൽ അത് അംഗീകരിക്കും. അതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളും ഇന്ത്യയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ വരുന്ന ആൾക്കാരുടെ ഫീച്ചേഴ്സ് ഇസ് സ്യൂട്ടബിൾ ഫോർ മൂവീസ് ഓർ ആഡ്സ്, നോട്ട് ഫോർ മോഡലിംഗ് ആസ് സച്ച്. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളും ഇന്ത്യയിലെ ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് കമ്പയർ ചെയ്യാൻ പ്രയാസമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മോഡലിംഗിലേക്ക് വരുന്നു. എനിക്കും തോന്നിയിട്ടുള്ള ഒരു സംശയം, മോഡലിംഗിന്റെ ഫീച്ചേഴ്സ് മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡില്ലാത്തതുകൊണ്ടായിരിക്കാം കേരളത്തിലെ ബിഗ് ബ്രാൻഡുകളിലൊന്നും തന്നെ നല്ല മോഡൽസ് കേരളത്തിൽ നിന്നുള്ളവരല്ല, പലപ്പോഴും അത് ഉത്തരേന്ത്യൻ ആളുകളാണ്. ഇതാണോ ഇതിന്റെ ഒരു പ്രധാന കാരണം? ദാറ്റ് ഇസ് എ മേജർ റീസൺ. രണ്ടാമത്തെ കാര്യം, അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ദേ പ്രൊഫഷണൽസ്. അവരോടൊരു ഇപ്പം ഒരു ഹൈ ഫാഷൻ പോസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിമിഷങ്ങൾക്കുള്ളിൽ തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജ്വല്ലറിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യും. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഷനലിൻ്റെ ഷൂട്ടോ അല്ലെങ്കിൽ സാറയുടെ ഷൂട്ടോ ഒക്കെ ചെയ്യുമ്പം നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇന്ത്യയിലെ ഒരു സാധാരണ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് വേണ്ടി നിൽക്കുക. ആ ഡിഫറൻസ് ഉണ്ട്. അത് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്രയും പ്രൊഫഷണലായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഷൂട്ടിന്റെ ഈസിനെസ്സും കൂടെ നോക്കിയിട്ടാണ് ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ആൻഡ് അതർ മേജർ റീസൺ, ഫീച്ചേഴ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് അഗെയിൻ വൺ തിങ് ഇസ്, 365 ദിവസം ഈ മോഡൽസ് ബേസിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ കംപ്ലീറ്റ്ലി ഇൻ ടു പ്രൊഫഷണൽ മോഡലിംഗ്. അവർ 365 days ഫിറ്റ് ആയിരിക്കും. ദേ വോണ്ട് ബി ഹാവിങ് എ പൗച്ച് ഓഫ് ഫാറ്റ് ഓൺ ദർ അബ്ഡമൻ. അത് കാണത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിലും ഫാറ്റ് കയറും, നിങ്ങളുടെ ജോ ലൈൻ കട്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ബോഡി പ്രോമിനൻസ് ഇല്ലാതാവും. അത് പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. കേരളത്തിൽ കുറച്ച് കൗളൊക്കെ ഉള്ളവരാണ് കൂടുതൽ മോഡലിംഗ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അല്ല, ഇപ്പോൾ നിങ്ങളെ ഒരു ബേസിക്കലി രാജുപിള്ള ഒരു നടനേക്കാളുപരി കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു മോഡൽ ഒരു മോഡൽ ഫിറ്റ് ബോഡി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അത് പക്ഷേ ഈ മോഡലിംഗ് നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ സിനിമകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ബേസിക്കലി ഒരു ഗുണവും ചെയ്തിട്ടില്ല സാർ. കാരണം ഉത്തരേന്ത്യയിൽ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വ്യത്യാസം. മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അതെൻ്റെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പും മോഡലിങ്ങിന് മുമ്പും ഞാൻ ശരീരം നോക്കിയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അത് ഇതിന്റെ പാർട്ടായിട്ട് ചെയ്തല്ല, എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സന്തോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ 4 പ്രൊഫഷണോളം ചെയ്യുന്നുണ്ടോ തോന്നില്ലേ? കോൺസെപ്റ്റ്. ഞാൻ ആകെ ചെയ്യുന്ന പ്രൊഫഷൻ ആക്ടിങ് മാത്രമാണ്. മോഡലിംഗിന്റെ കാര്യമാണെങ്കിൽ 2011 ഞാൻ ആക്ടീവ് മോഡലിംഗ് സ്റ്റോപ്പ് ചെയ്തു. ബട്ട് റീസൺ ബീങ്, ആ സമയം കൊണ്ട് ഇന്ത്യയിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലിംഗ് എല്ലാം ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ ചെയ്തിരുന്നു, അതിന്റെ മുമ്പും ഒക്കെ ചെയ്തിരുന്നു. ബിക്കോസ് അത് യൂറോപ്പിലാണ്, പാരീസിലും സ്വിറ്റ്സർലൻഡിലുമാണ്. ഞാൻ അവിടുത്തെ ഏജൻസിയുമായിട്ട് രജിസ്റ്റേർഡ് ആയതുകൊണ്ടും അവർ വിളിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. അതിന് വൺ മോർ റീസൺ ഉണ്ട്. ഞാൻ പണ്ട് ചെയ്ത് നടന്നിരുന്ന സമയത്ത് യൂറോപ്പ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു പോയി ചെയ്യാൻ. അതിപ്പം ഓപ്ഷൻ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് ഡു എന്താ പറയുക, ഞാനിപ്പോൾ ഡെന്റിസ്ട്രി ചെയ്യുന്നില്ല. ഓൺലി തിങ് ഐ എം ഡൂയിങ് ഈസ് ആക്ടിങ്. ബൈ ഗോഡ്സ് ഗ്രേസ് സിനിമ വരുന്നുണ്ട്, അതുകൊണ്ട് ചെയ്തു. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ ഏകദേശം 35 ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞാണ് ആദ്യത്തെ സിനിമ. 32 ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. അപ്പോൾ സത്യത്തിൽ മലയാളി എന്നല്ല, ലോകത്തെ എല്ലായിടത്തും തന്നെ സിനിമയിൽ വരിക എന്നെല്ലാവരും ആഗ്രഹമായിരിക്കും. അപ്പോൾ ഈ വരുന്നവർക്കെല്ലാം തന്നെ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ ഉണ്ടാവും ശരിക്കും ബേസിക്കലി? സാർ, ഇപ്പോൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത് പണ്ട് സിനിമയിൽ വരുന്നതിനെക്കാട്ടിൽ ഒത്തിരി എളുപ്പമായി. വൺ ഓഫ് ദ റീസൺസ് ഡിജിറ്റൽ ക്യാമറയാണ്. പണ്ട് ഒരാൾ സിനിമയിൽ കൊണ്ടുവരണമെങ്കിൽ അയാൾ ഫിലിം തിന്നുമെന്ന് പറയും. അതായത് അയാൾ ഫിലിം ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അത്രയും ബഡ്ജറ്റ് ഒരു പക്ഷേ കാണത്തില്ല.
ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ക്യാമറ കാണും, അവരുടെ ചിലപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സിനിമ ഇത് കാണും. ഒരു മൂവി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു അഭിനേതാവായി ആകുക എന്നുള്ളത് ഒരു പക്ഷെ ഒരു 10 കൊല്ലം അതിനു മുമ്പ് ഉള്ളതിനേക്കാട്ടിൽ ഒരു ഈസി പ്രോസസ്സാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, നല്ല കാര്യം തന്നെ. കൂടുതൽ ആൾക്കാർക്ക്, കൂടുതൽ ന്യൂ കമേഴ്സിന് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെ. സിനിമയിലേക്ക് താങ്കൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് പറയുന്നത് ആ ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു എന്ന് വളരെ ഈസിയാണെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും താങ്കൾ ഈ സിനിമ മാത്രം ലക്ഷ്യം കണ്ടുവന്ന ഒരാളാണോ? സത്യത്തിൽ സിനിമ മാത്രമാണായിരുന്നു? അല്ല സാർ, ഞാൻ ആദ്യം ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അപ്പം അതിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ മോഡലിംഗിലേക്ക് തിരിഞ്ഞത്. അത് മൈ ഏർലി സ്റ്റേജസ് ഓഫ് ദ മോഡലിംഗ്. വെൻ ഐ ലെഫ്റ്റ് എവറിത്തിങ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം വിട്ടിട്ട് ഞാൻ നേരെ ബോംബെക്ക് പോയി. അപ്പോൾ ടിൽ ദെൻ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു എക്സാമ്പിളായിട്ട് ആരുമില്ലായിരുന്നു. അതായത് മലയാളി മോഡൽസ് അപ്പോഴും ബോംബെയിൽ ഉണ്ടായിരുന്നു, അത് പക്ഷേ അവർ NRI മോഡൽസ് ആയിരുന്നു. ഇവിടുത്തെ ഒരു കൾച്ചറിൽ നിന്നും ഫുൾ ജീവിച്ചതിന് ശേഷം പോയിട്ടുള്ളവരില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടുതലായിരുന്നു. എന്നെ ആകെ ഒരാൾ ഒന്നാണ്ട് സഹായിച്ചിട്ടുള്ളൂ, നൺ ഓഫ് ദം ബൈ മോഡൽസ്, അല്ലാതെ ഒരാൾ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ആ സമയം അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മോഡലായത്. എനിക്കൊരു 1 കൊല്ലത്തോളം നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വർക്ക്. അന്നത്തെ കാലത്ത് ഇഫ് യു ഹാവ് ഡൺ ലാക്മേ ഫാഷൻ വീക്ക് യു ഹാവ് അറൈവ്ഡ്. അതായിരുന്നു. ഇന്നത്തെ പോലത്തെ അന്ന് എല്ലാ ടൗണിലും ഫാഷൻ വീക്കുകളൊന്നും ഇല്ല. ഇന്ത്യയിലെ 2 മേജർ ഫാഷൻ വീക്സേ ഉള്ളൂ. ഒന്ന് വിൽസ് ഫാഷൻ വീക്ക്, ഒന്ന് ലാക്മേ ഫാഷൻ വീക്ക്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് അറൈവ്ഡ്. അങ്ങനെയായിരുന്നു. അത് മാത്രമല്ല, വൺ മോർ അതിൻ്റെ അടുത്ത കൊല്ലം കുത്തിയൂർ ഫാഷൻ വീക്കും സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ എനിക്ക് ലാക്മേ ഫാഷൻ വീക്ക് ഞാൻ ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ മീഡിയ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവൻച്വലി എൻ്റെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. അതിനുശേഷം ഹിന്ദു വന്നു. അതിനുശേഷം ഇത് കണ്ടിട്ടാണ് മലയാളം ന്യൂസ് പേപ്പർ എൻ്റെ വീട് തിരുവല്ലയിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ന്യൂസ് ഇടുന്നത്. അപ്പോഴാണ് മലയാളികൾക്കും ഇത് പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി തുടങ്ങി. ഫിറ്റ്നസ്, ഈ ബോഡി ഫിറ്റ്നസ് ശരിക്കും ഈ സിനിമയ്ക്ക് നിങ്ങൾക്കൊരു നടനാവുന്നതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മലയാളത്തിൽ വരുമ്പോൾ അത് കൂടുതൽ ദോഷമേ ചെയ്തിട്ടുള്ളൂ. ആൾക്കാരുടെ വിചാരം ഇങ്ങനെ ഫിറ്റായിട്ടെന്നല്ല, ദ വേർഡ് ഈസ് ദേ കോൾ മീ മസിൽ മാൻ. മസിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബട്ട് ഈ പറയുന്നവർക്കൊരു ബേസിക് സെൻസ് പോലും വെച്ചിട്ടല്ല പറയുന്നത്. ഒരു മസിൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. അത് കളയാന്നുള്ള 10-15 ദിവസം കൊണ്ട് കളയാവുന്ന കാര്യമുള്ളൂ. ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡയറക്ടർ വിൽ ടെൽ യു ഇതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം നീ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ പറയും. അപ്പോൾ ആ ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ആ ആക്ടർ അങ്ങനെ ചെല്ലണം. ഇനി അയാൾ അങ്ങനെ ചെന്നിട്ടില്ലെങ്കിൽ അടുത്ത ആൾ വരും. സോ എപ്പോഴും ശരീരം എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കണം ആക്ടറിന്, അല്ലാതെ അയാളെ തരം താഴ്ത്തി കാണിക്കാനുള്ള ഒരു സാധനമാകരുത്. ഉണ്ടാക്കുന്നത് കളയാൻ വളരെ എളുപ്പമാണ്. മസിൽ മാസ് കളയാൻ വളരെ എളുപ്പമാണ്. ബോഡി വെയിറ്റ് കളയാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന് കഴിച്ച് വണ്ണം വെക്കുക എന്നുള്ള കാര്യമാണ്. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, അതുപോലെ തന്നെ കളയാൻ എളുപ്പമാണ്. കേരളത്തിന്റെ ഒരു ബോഡി ഇല്ലെങ്കിൽ ബോളിവുഡിന്റെ ഒരു ബോഡി, തമിഴിന്റെ പണ്ടൊക്കെ ആണെങ്കിൽ മസ്കുലർ ശരീരം ഇല്ലെങ്കിലും അതിമാനുഷികമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്യാൻ ആൾക്കാർ സമ്മതിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പ്രേക്ഷകർ സമ്മതിക്കും. പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. കാരണം ദേ എക്സ്പെക്ട് ദം ടു, ഇപ്പം ഞാൻ അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫിസിക് അതുപോലെ ഇരിക്കണമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഇവൻച്വലി വേറൊരു വ്യത്യാസം നടന്നിരുന്നത്, ഇതേ സാധനം തന്നെ ഇപ്പം ഹോളിവുഡിലോട്ട് പോയി കഴിഞ്ഞാൽ റിവേഴ്സൽ ആവുന്നുണ്ട്. ഞാനൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് ഹോളിവുഡിൽ സിൽവസ്റ്റർ സ്റ്റാലൻ, ആർണൾഡ് ഷ്വാർസ്നെഗർ, ഡോൾഫ് ലൻഗ്രെൻ അല്ലെങ്കിൽ വാൻ ഡാം എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ആൾക്കാരാണ് ആക്ഷൻ ചെയ്തിരുന്നത്. അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ യു ഫീൽ ദാറ്റ് ഹി ഈസ് ആൻ ആക്ഷൻ സ്റ്റാർ. അയാൾ ചുമ്മാ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ആക്ഷൻ സ്റ്റാർ എന്നുള്ളൊരു എനർജി കാണുന്നവർക്ക് കിട്ടും. ബട്ട് ഇവൻച്വലി ഇപ്പൊ റോബർട്ട് ഡൗണി ജൂനിയർ വലിയ ആക്ടറാണ്, ഭയങ്കര ആക്ടറാണ്. പക്ഷെ അയാൾ അയൺമാൻ ചെയ്യുമ്പോൾ അയാൾ ഒരു ലീൻ മനുഷ്യനാണ്. അതിൽ ആകെ ഇത്തിരി ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരു ആക്ഷൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തോന്നുന്നത് റോക്കും
ക്രിസ് ഹെംസ്വർത്തും ടു സം എക്സ്റ്റെന്റ് ക്രിസ് ഇവാൻസും മാത്രമാണ്. ബാക്കി എല്ലാവരും അതിമാനുഷികമായ കാര്യങ്ങൾ കോമിക്സ് സിനിമയാക്കുമ്പോൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ they don't fit to an action star. ഇവൻച്വലി അത് അതിന്റെ നീഡാണ്. ഒരു ആക്ഷൻ സ്റ്റാർ ആയിരിക്കുമ്പോൾ അയാൾക്ക് ഒരു ശരീരം വേണം. ദാറ്റ് ഈസ് ഹൗ യു ഓഡിയൻസിനെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇതെല്ലാം മേക്ക് ബിലീഫ് ആണല്ലോ. എനിക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ശരീരം അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിദ്യുത് ജാമാലോ ടൈഗർ ഷ്രഫോ ആക്ഷൻ ചെയ്യുന്ന പോലെ മലയാളത്തിൽ ആരെങ്കിലും ചെയ്യുമോ? ആരും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും ഒരു പക്ഷേ 90കളിലെയോ 2000-ലെയോ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അടുത്തിടെ ഒരു സിനിമ 3 പേരുള്ള ഒരു സിനിമ വന്ന് ഹിറ്റായി. അതും അതിലെ ആക്ഷൻ പോലും എത്രയോ വർഷങ്ങൾ മുമ്പത്തെ ആക്ഷനാണ്. സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. ആകെ പ്രസന്റ്ലി ഞാനിപ്പോ കണ്ട ഇപ്പൊ കില്ലെന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതിലെ ആക്ഷൻ ഇസ് സോ ഇൻടു പുറത്തെ ആക്ഷൻ പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിലേക്ക് വരാൻ മലയാള സിനിമ എന്നേ വരണ്ടാണ്. ബാക്കി എല്ലാ കാര്യത്തിലും മലയാളത്തിൽ വരാമെങ്കിൽ ഇപ്പോഴും ഈ വടം വെച്ച് വലിക്കുന്നതും പറപ്പിക്കുന്നതും അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് വരാമല്ലോ. അതേപറ്റി ചിന്തിക്കുന്നത്. ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if you're an action star, you have to look like an action star. ഞാൻ ഒരു ഹീറോ ആണെങ്കിൽ ഞാൻ ഒരാളെ ബിലീഫ് കൊടുക്കുകയാണ് ഞാൻ അങ്ങനെയാണെന്ന്. അപ്പൊ അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഞാൻ ഇരുന്നില്ലെങ്കിൽ അയാൾ എന്തിനാണ് എന്നെ ആരാധിക്കുന്നത്? അയാൾ എന്തിനാണ് എന്റെ സിനിമ കാണുന്നത്? ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അല്ല, ഇപ്പൊ രാജുപിള്ളയുടെ ഒരു ബോഡി സൈസ് അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ്, ഇത് ശരിക്കും മലയാള സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്നതിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതന്നെയാണ് പറഞ്ഞ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഇവർ പുറത്തോട്ട് വരാത്തിടത്തോളം കാലം ഇത് എനിക്ക് വീണ്ടും ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി ഇതെന്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ നിലനിർത്തുന്നതാണ്, അവരെ കാണിക്കാൻ വേണ്ടിയല്ല. എനിക്ക് എന്ത് മോശം ദിവസമാണെങ്കിലും ഞാൻ വന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഷർട്ട് ഊരിയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്, ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. ആ സാധനം കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ താല്പര്യപ്പെടും എപ്പോഴാണെന്ന് അറിയാം, ഒരു ഡയറക്ടർ എന്നോട് ഒന്ന് പറയാണ് യു ഹാവ് ടു ലുക്ക് ഫാറ്റ് അല്ലെങ്കിൽ യു ഹാവ് ടു ലുക്ക് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം മതി, ഞാൻ അതുപോലെ വരും. ഇഫ് ദ ക്യാരക്ടർ ഡിമാൻഡ്സ് ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്, ആൻഡ് ദ മൊമെന്റ് ഇറ്റ് ഗെറ്റ്സ് ഓവർ ഐ വിൽ ഗോ ബാക്ക് ടു മൈ നോർമൽ റൂട്ടീൻ.